സ്ഥിരമായി ബന്ധത്തിലേർപ്പെട്ടാൽ യോനി ലൂസാകുമോ എന്നതാണ് ചിലരുടെ ഒരു സംശയം. അത് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ. വിവാഹത്തിന് ശേഷം സ്ഥിരമായി ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കുള്ളിൽ ഉയരുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ് നമ്മൾ മുന്നേ ചോദിച്ചത്. അതായത് വജൈനയുടെ ആരോഗ്യം കളയുമോ, സൈസ് വ്യത്യാസപ്പെടുത്തുമോ എന്നിവ. എന്നാൽ ഈ സംശയങ്ങളെല്ലാം വെറും തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് വജൈനയുടെ വലിപ്പത്തെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല ഈ സംഗതികളെല്ലാം. അപ്പം വജൈന ഒരു ഇലാസ്റ്റിക് പോലെയാണ്. ഒരു റബ്ബർ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് വരും. അതുപോലെ വലിയാനും വലുതാകാനും പിന്നീട് പൂർവ്വസ്ഥിതിയിലാകാനും കഴിയുന്ന ഒരു വസ്തുവാണ് ഈ വജൈന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് താല്പര്യമുണ്ടാകുന്ന സമയത്ത് ഈ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കും സ്ത്രീകൾക്ക്, അത് പുരുഷന്മാർക്കാരും. പക്ഷെ ഇത് വജൈനയിലെ ഉൾഭാഗത്തെ നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഒരു അനുയോജ്യമാകും വിധം പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വികസിക്കാൻ കഴിയുന്നതാണ് ഈ വജൈന. അപ്പോൾ അത്രയും വലിപ്പം ഇത് വയ്ക്കും. കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞാൽ സാധാരണ വലിപ്പത്തിലേക്ക് തിരിച്ചെത്തും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ വജൈനയ്ക്ക് ഉള്ളിൽ കടക്കാനും ഉൾക്കൊള്ളാനും വളർന്ന് വികസിക്കാനും ഇതിന് വജൈനയ്ക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വലിപ്പമല്ല, വാസ്തവത്തിൽ ലൂബ്രിക്കേഷൻ കുറവാണ് പലപ്പോഴും നമ്മൾ ഈ ഇതിനുള്ള ബന്ധപ്പെടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം. അപ്പോൾ അതിനുശേഷം വജൈന അല്പസമയം ലൂസായതുപോലെ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം രക്തപ്രവാഹമാണ് അവിടെ വർദ്ധിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം അത് പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് വെച്ചാൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു അടുപ്പമാണ് ഇതെല്ലാം ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നത്. അതായത് ഭാര്യയോട് സ്നേഹത്തോടെ ശ്രദ്ധയോടെയും പെരുമാറുക, അവരുടെ ഇഷ്ടങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അവൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന രീതിയിൽ പെരുമാറുക, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം.